ഗുജറാത്തി എന്ന നാടകത്തിന് ശേഷം ഇന്ത്യ മുന്നണി അടുത്തതായി അവതരിപ്പിക്കുന്നു കോക്രോച്ച് ജനതാ പാർട്ടി. നിക്ക് നീ ഇങ്ങനെ മറ്റേ തോക്കിൽ ഉണ്ട പോലെ ഓടല്ലേ? എനിക്കും കൂടെ പറയല്ലേ കുറച്ച് കാര്യങ്ങൾ. അവിടെ നിൽക്ക്. അപ്പം ഈ പറഞ്ഞ 2 നാടകത്തിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകത്തിന്റെ പേരാണ് സംഘീവധം. ഇത് വലിയൊരു വധമാണ്. അതായത് അട്ടപടലം തെറ്റുകൾ പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട സംഘികൾക്ക് ഇതുപോലെ നേതാക്കന്മാർ ഈ പറഞ്ഞ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ കുറേ സാധനങ്ങൾ ഇട്ടെടുക്കും. ഇതിനെ പോലത്തെ അടിമകൾ വന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കും. പാവങ്ങളാണ്, കഷ്ടപ്പാട് കൊണ്ടായിരിക്കാം. ഏതാണെങ്കിലും ഈ വീഡിയോയിൽ പറഞ്ഞ 8 സെഡ് കാര്യങ്ങൾ പാട്ടപൂജ്യം പരമ കള്ളത്തരുവാണെന്നുള്ളത് തെളിയിക്കാൻ പോകണേ. കണ്ടോ? നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും. ഒരു രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ ആ രാജ്യത്തെ യൂത്തിനെ മാനിപ്പുലേറ്റ് ചെയ്താൽ മതി. US നേപ്പാളിലെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെയൊക്കെ യൂത്തിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചതിന് ശേഷം നെക്സ്റ്റ് ടാർഗറ്റ് ഇപ്പോൾ അവരുടെ ഇന്ത്യ ആണോ എന്ന് ചില സമയത്ത് നമുക്ക് തോന്നിപ്പോകും. ഇവിടെ തോന്നണ്ട, അത് സത്യമാണ്. US ടാർഗറ്റ് ഇന്ത്യയാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ റാ പോലെ മുമ്പിൽ പോയി വളഞ്ഞത്. പ്രസിഡന്റിന്റെ മുമ്പിൽ റാ പോലെ വളഞ്ഞു ഓർക്കുന്നില്ല? മേ ഐ കം, ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ, നിങ്ങളൊന്ന് കണ്ടോട്ടെ, എൻ്റെ ഇവിടുത്തെ മൊത്തത്തിൽ ഇങ്ങനെ ഞാൻ മൂഞ്ചിരിക്കുകയാണ്, ഞാൻ വന്നോട്ടെ എന്ന് പറഞ്ഞപ്പം 500 അടിച്ചു കൊടുത്തു. 500 അടിച്ചു കൊടുത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വീണ്ടും കാല് പിടിച്ചു. ഫയലുകളൊക്കെ കിടക്കുക അട്ടിക്ക്, ഇതെങ്ങാനും പുറത്ത് വന്നാൽ ചീഞ്ഞളിയും. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് വീണ്ടും ചെന്നപ്പോൾ നമുക്ക് ജി ഇങ്ങനെ കാല് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് കുറച്ച് തന്നു. അങ്ങനെ നമ്മൾ 500 മില്യൻ്റെ ബിസിനസ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചോളാം നമ്മൾ സമ്മതിച്ചു. നമ്മൾ റഷ്യൻ എണ്ണ വാങ്ങിക്കൂലാന്ന് സമ്മതിച്ചു. നമ്മൾ ചൈനയുടെ കൂടെ കൂടൂലാന്ന് സമ്മതിച്ചു. നമ്മൾ ഇസ്രായേലിൽ ഡാൻസ് കളിക്കാൻ പോയി. ഇങ്ങനെ നമ്മളെ മൂഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അട്ടപടലം നമ്മളെ പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീനെ വെച്ചിട്ടാണ് പരിപാടികൾ. മോള് പറഞ്ഞ കണ്ടെത്തൽ വളരെ സത്യമാണ്. US നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൊത്തം ഈ നാട്ടിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി മോള് പറഞ്ഞ കളവിലോട്ടാണ് നമ്മളടുത്ത് കിടക്കാൻ പോകുന്നത്. പല ദേശവിരുദ്ധ ശക്തികളും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇന്ത്യ മുന്നണിക്ക് നല്ല രീതിയിൽ ഫണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ത്യയെ നശിപ്പിക്കാനും ഇന്ത്യയിലെ യൂത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും. ഈ കോക്രോച്ച് ജനതാ പാർട്ടി വളരെ ന്യൂട്രൽ ആണെന്നും യൂത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് അവരെ അവകാശപ്പെടുന്നത്. ചീഫ് ജസ്റ്റിസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കപ്പെടേണ്ടി വന്നതെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു ചീഫ് ജസ്റ്റിസ് അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള യൂത്തിനെ കളിയാക്കുന്ന സമയത്ത് അവർക്കെതിരെ തീർക്കുന്ന പ്രതിരോധത്തിന് എന്തിനാണ് BJP കളിയാക്കുന്നത്, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പകുതി പേരെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത്? കാരണം ഭാരതീയ ജനതാ പാർട്ടി വെച്ചിട്ടുള്ള ഈ നാട് കുട്ടിച്ചോറാക്കുന്ന കാര്യങ്ങളായിട്ടുള്ള 5 മാനിഫെസ്റ്റോസാണ് അവർ മുന്നോട്ട് വെച്ചത്. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് പറയുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് BJP ഇതിൽ കയറ്റിയതെന്ന് മോള് കണ്ടുപിടിച്ചൊരു കണ്ടുപിടുത്തുണ്ട്. അതാണ് കോമഡി. കാണും. 2013 അതായത് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് 5.42 ആണ്. 2025 അതായത് ഇന്ത്യ ഭരിക്കുന്ന കാലത്തിൽ ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് 3.1 ആണ്. അങ്ങോട്ട് ഓടല്ലേ. ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ് കൊച്ചു കാര്യമായിട്ട് കാണിച്ചത്. 2014 അത് 4.5 ആയിരുന്നു. അല്ലെങ്കിൽ 2026 ആയപ്പോൾ അത് 3.2 ആയി കുറച്ചിട്ടുണ്ട്. അതൊന്നുമല്ല സത്യം. ഇത് സംഘി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്ന സത്യമാണ്. നമുക്ക് ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എടുക്കാം. ഇത് വെറുതെ ഒരു റേറ്റ് അല്ല. ഇത് പല സോഴ്സിലും കൂടെ സോഴ്സൊക്കെ ഞാൻ താഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ തള്ളി വിട്ട് പോവല്ല സോഴ്സ്. അപ്പോൾ ഇന്ത്യൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 2010 മുതൽ നമ്മൾ എടുത്തിട്ടുണ്ട്. 2010 മുതൽ 2026 വരെയുള്ള ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ് 2010 3.6. അങ്ങനെ 2014 അത് 3.5 കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ വന്നിട്ട് ഇന്ത്യൻ അങ്ങോട്ട് രാമരാജ്യമാക്കാൻ വന്നെടുത്തു. അങ്ങനെ നമ്മളത് 3.4 3.4 3.3 ഇങ്ങനെ നിൽക്കുമ്പം 2017 3.6 ഒരു കുതിച്ച് ചാട്ടം. 2019 4.8, 2020 കോവിഡ് വന്ന് ആകെ മൊത്തം മുഞ്ചലും അവലും കഞ്ഞിയായിട്ട് 7.7 കയറി. കാരണം എന്താണ്? പണിയും കോലും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ട് പാത്രം മുട്ടാനും പടക്കം പൊട്ടിക്കാനും കൈയടിക്കാനും ഗോ കൊറോണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ആഹ്വാനങ്ങളല്ലേ. എല്ലാവരും കൂടെ പണി നിർത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഗോ കൊറോണ വിളിച്ചു. അവസാനം നമ്മളത് 2020 ആയപ്പോൾ 7.7 മുതൽ 8.3 വരെ പോയി. അങ്ങനെ 2021 കൊറോണ ഒക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ എന്തോ കൊണ്ടുവരും. നമ്മുടെ കുറച്ച് ദിവസങ്ങൾ ചോദിക്കാനുള്ളൂ. ഇടയ്ക്ക് വന്നിട്ട് എനിക്കൊരു 15 ദിവസം തരും, കുറേ കാര്യം. എനിക്കൊരു 25 ദിവസം തരും, കുറേ കാര്യം. ഇതൊക്കെ തന്നെ പരിപാടി. അങ്ങനെ ചോദിച്ച സമയത്ത് 2021 മുതൽ 8.3 ആയി. 2022 കൊറോണയുടെ എഫക്റ്റ് ഒക്കെ കഴിഞ്ഞപ്പം അത് 7.3 താഴോട്ട് വന്നു. അപ്പോൾ ഇനിയെങ്കിലും ഇവിടെ എന്തോ കൊണ്ടുവരുന്നു വിചാരിച്ചു ഇങ്ങനെ നിന്നു. 2024 ആയപ്പോൾ അത് 8 വന്നു. 2025 7.6 വന്നു. 2026 ഇപ്പോൾ അത് 7.2. അതായത് 2014 3.5 എന്ന് അത് ചാടി തെറ്റി 7.2 ഇമാതിരി കളവ് പടച്ചു വിടുമ്പം എൻ്റെ പൊന്നുമോളെ എല്ലാവരുടെ കയ്യിലും ഫോണും ഉണ്ട്. ഒരുപാട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇതിന് വന്നിട്ടുണ്ട്. ഇനി അത് പോട്ടെ, യൂത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും നമുക്ക് എടുത്തു നോക്കാം. യൂത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആണ് അതിനേക്ക് ഏറ്റവും വലിയ കോമഡി. 2010 10%, 2014 10.2%. അത് മുഞ്ചി തെറ്റി ഇതേപോലത്തെ ഒരു കണക്ക് കയറ്റി വിട്ട് 2026 21% യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇന്ത്യയിൽ. അതറിയോ? ഈ 21% ജോലി ഇല്ലാത്തവർ നട്ടാ ഇത് കൂടുന്നതനുസരിച്ച് ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല കണക്ക്. യൂത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 2026 ആയപ്പം 21% ആണ് ഇന്ത്യയിൽ. ഹൈയിലാണ് അത് നിൽക്കുന്നത്. ഇനി ഇതൊക്കെ പോട്ടെ. ഇനി ഇത് നിങ്ങൾ എന്താ പറയുക, ഞാനുണ്ടാക്കി മാനിപ്പുലേറ്റ് ചെയ്തതാണ്, വേൾഡ് വൈഡ് ആണെന്നൊക്കെ പറയും. വേണ്ട, നമുക്ക് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കാം.
നമുക്ക് 2014 മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇൻ ഇന്ത്യ അപ്രോക്സിമേറ്റ്ലി 4.9%. അതായത് കാണല്ലോ NSSOൻ്റെതാണ്, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെതാണ്. ഇനി അതേ മിനിസ്ട്രി തന്നെ നമ്മൾ 2025-26 കാലഘട്ടത്തിൽ എത്രയാണ് അത് വന്നത്? 4.7 എന്നത് 5.4 2025 ആയപ്പം വന്നു. ഇപ്പം അത് നമ്മൾ 5.2 കിടക്കുന്നു. ഇത് ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൽ കാണിച്ചിട്ടുള്ള സൈറ്റിൽ കാണിച്ചിട്ടുള്ള നിങ്ങളുടെ സൈറ്റ് കേട്ടോ, അങ്ങനെ പറയണം, നമ്മുടെ സൈറ്റിൽ എന്ന് പറയാൻ പാടില്ല. ഇപ്പം നിങ്ങളുടെ സൈറ്റിൽ കാണിച്ചിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആണ്. അപ്പം മോക്ക് കിട്ടിയ ഈ 4.2 ഈ 5.2 ഒക്കെ വല്ല സംഖ്യ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കുന്നതല്ലേ? ഇതൊക്കെ നെറ്റിലുണ്ട് കേട്ടോ, എല്ലാവർക്കും സെർച്ച് ചെയ്ത് നോക്കാം. അത് സംഖ്യക്കും നോക്കാം, അല്ലാത്തവർക്കും ഒക്കെ നോക്കാം. അപ്പം ഇമ്മാതിരി കളവുകളാണ് ഇങ്ങനത്തെ ഇത്തിരി പോകുന്ന മുട്ടത്തോട് മുളയ്ക്കാത്ത അല്ലെ മുട്ടത്തോട് തലേന്ന് പോകാത്ത വിവരം കെട്ടൈറ്റുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ കൊണ്ട് കയറുന്നില്ല. ഇനി കോക്രോച്ച് പാർട്ടിയുടെ അടുത്ത കോമഡി, കോക്രോച്ച് പാർട്ടി പാകിസ്ഥാനി പാർട്ടിയാണെന്നും പറഞ്ഞിട്ടുള്ള സ്ഥിരം പ്രൊപ്പഗണ്ട. നമ്മൾ ഇന്നലെ അത് പൊളിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മളത് വീണ്ടും പൊളിക്കാൻ പോവാണ്. ഇത്തരത്തിലുള്ള പൊളിയന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പൊളിച്ചു കൊടുക്കാൻ പോവാണ്. കേക്ക്. ഇനി പ്രൊപ്പഗണ്ടയുടെ നായകൻ അഭിജിത്ത്, അയാൾ ഒരു ആം ആദ്മി പാർട്ടിക്കാരനാണ്. വളരെ ന്യൂട്രൽ എന്ന് അവകാശപ്പെടുന്ന ഇദ്ദേഹം ചൂലു പാർട്ടിയുടെ പ്രധാന വക്താവായിരുന്നു. ഇനി അവരുടെ അക്കൗണ്ട് നോക്കൂ, ഇറ്റ്സ് US based. അതൊക്കെ ഇതാണ് പ്രശ്നം. ഓട്ടിക്കേറി തള്ളല്ലേ വിക്ക്. അല്ല, ഇതേ പാർട്ടിയിലെ രാഘവ് ചന്ദാമാമനല്ലേ നിങ്ങൾ അങ്ങോട്ട് എടുത്തത്? ചന്ദാമാമ ചന്ദ്രകാന്ത അവിടെ വന്നപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഈ പ്രൊപ്പഗണ്ട വെച്ചിട്ടാണെങ്കിലോ ചന്ദാമാമ അങ്ങോട്ട് വന്നത്. ചന്ദാമാമ എല്ലാം വിട്ടിട്ട് BJPയുടെ വാഷിംഗ് മെഷീൻ നനഞ്ഞ് സെറ്റായി വന്നതല്ലേ. ഇവന് ആയിക്കോട്ടെ, ഇവൻ ഇനി ആം ആദ്മി പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്താ ഇപ്പോൾ പ്രശ്നം? ആം ആദ്മി പാർട്ടിൻ്റെ കേജ്രിവാളിനെ 2 കൊല്ലം ഇല്ലാത്ത കുറ്റത്തിന്, മദ്യനയ കേസിൽ ഇല്ലാത്ത കുറ്റത്തിന് ജയിലിലിട്ടത് നമ്മൾ അറിഞ്ഞിരുന്നോ? അത് കഴിഞ്ഞ 1 മാസം മുമ്പ് കുറ്റപത്രങ്ങളൊന്നും എഴുതാനില്ല, തെളിവുകളൊന്നും എന്നും പറഞ്ഞിട്ട് വെറുതെ വിട്ടത് മോൾ അറിഞ്ഞിരുന്നോ? അപ്പം അങ്ങനത്തെ എല്ലാ പരിപാടികളും ലൊട്ടിലൊടുക്ക് കൊനിഷ്ഠ ചെറ്റത്തരങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ ആ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അതുപോലെ വിട്ടു വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ എന്താണ് ഇപ്പോൾ പ്രശ്നം? BJPയിലെ ഇപ്പോൾ ആൾക്കാരെ നീ മോദിനെയും അമിത്ഷാനെയും മാറ്റി ഇപ്പം BJPയിലുള്ള ഈ ആൾക്കാരൊക്കെ എവിടുന്ന് വന്നതാ? ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലും വന്നതാ. EDനെ വെച്ചിട്ടും NIAനെ വെച്ചിട്ടും കോടികൾ വെച്ചിട്ടും ഒക്കെ എടുത്തതാണ്. അപ്പം മോൾ അങ്ങനത്തെ തള്ളല്ലേ. വിവരക്കേടുകൾ ഇങ്ങനെ ആനമുട്ട പോലെ വിഴുങ്ങി വിടരുത്. ഇനി അടുത്ത കോക്രോച്ച് പാർട്ടിയുടെ ഫോളോവേഴ്സിന്റെ കണക്കല്ലേ, നമുക്ക് അതുകൂടെ നോക്കിയിട്ട് വരാം. കേക്ക്. ഇനി ഇന്ത്യയിലെ ജെൻസിയാണ് ഈ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ളതാണ് ഈ ഗ്രാഫ്. ഇതിൽ നിന്ന് കൃത്യമായിട്ട് വ്യക്തമാണ് ഈ പ്രൊപ്പഗണ്ട ആർക്ക് വേണ്ടിയിട്ടാണ്, ആരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തെ യൂത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിദേശ ശക്തികൾ നടത്തുന്ന പ്രൊപ്പഗണ്ടാസിന് നമ്മൾ ടൂൾസ് ആവാതിരിക്കുക. അതെന്താ കുട്ടി അങ്ങനെയൊക്കെ പറയുന്നത്? ഇത് നമ്മൾ ഇന്നലെ പൊളിച്ചു കൊടുത്തതാണല്ലോ. അതായത് ഈ AI ഉണ്ടാക്കിയിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ല ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ യൂസ് ചെയ്യുന്ന ആളല്ലേ, ഇതൊക്കെ അറിഞ്ഞൂടെ? ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ. എന്താണ് ഇങ്ങനെ അങ്ങനെ ഈ AI അങ്ങോട്ട് മാറ്റി നിർത്തി നമ്മൾ ഒറിജിനലിനെ അവർ ഇന്നലെ പുറത്ത് വിട്ടിട്ടുണ്ട്. 94.7% ഇന്ത്യൻ യൂസേഴ്സാണ് ഇത് യൂസ് ചെയ്യുന്നത്. പച്ചക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ മറ്റൊരു അജണ്ടയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം. അതായത് നിങ്ങൾ ഫോളോവേഴ്സ് ലിസ്റ്റ് എടുത്ത് നിങ്ങൾ അതിൽ പാകിസ്ഥാനി കൊടി സെർച്ച് ചെയ്ത് നോക്കൂ, നിങ്ങൾ അതിൽ ബംഗ്ലാദേശി കൊടി സെർച്ച് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് കാണാം അതിലുള്ള എല്ലാ ആളുകളും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരാണ്. ഞാൻ എന്തായാലും വേണ്ടില്ല എണ്ണ, അതായത് മൊത്തം 22 മില്യൺ ആണ് ഇപ്പോൾ. അതായത് 2,20,00,000 ആൾക്കാരാണ് ഇപ്പോൾ അത് ഫോളോ ചെയ്യുന്നത്. ഈ കോടി എണ്ണിയാലും വേണ്ടില്ല വെച്ച് ഞാനിതെടുത്ത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ നോക്കി. കണ്ടോ, നമ്മളിങ്ങനെ പ്രൊഫൈൽ എടുത്ത് ഇതിൻ്റെ ഫോളോവേഴ്സ് ലിസ്റ്റിലോട്ട് പോവുക. ഫോളോവേഴ്സ് ലിസ്റ്റിലോട്ട് പോയിട്ട് നമ്മൾ അവിടെ സെർച്ച് ബട്ടണിൽ പോവുക. സെർച്ച് ബട്ടണിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പാകിസ്ഥാൻ്റെ കൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണുക. ഞാൻ വിചാരിച്ചു എന്തായാലും എണ്ണ, കോടിയെങ്കിൽ കോടി, 20 കോടിയെങ്കിൽ 20 കോടി. ഇമാതിരി പരിപാടി പാകിസ്ഥാനികൾ നമുക്കിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുപിടിക്കണം നമ്മൾ. അങ്ങനെ ഞാൻ എണ്ണാൻ തുടങ്ങി. ഞാൻ എണ്ണി. ആദ്യത്തെ സ്ക്രോൾ ചെയ്തപ്പോൾ 25 എണ്ണം ഉണ്ടാവുക. 25 ആളെ എണ്ണി. രണ്ടാമത്തെ സ്ക്രോൾ ചെയ്തു, വീണ്ടും 25 ആളെ എണ്ണി. മൂന്നാമത്തെ സ്ക്രോൾ ചെയ്തു, വീണ്ടും ഞാൻ 25 എണ്ണി. അങ്ങനെ പോവുക. 75 എത്തിയിട്ടോ. 75 എത്തി. അടുത്ത സ്ക്രോൾ ചെയ്യുമ്പോൾ അത് പോണില്ല. അപ്പോൾ അവിടെ തീർന്നു. അപ്പോൾ ഞാൻ അങ്ങനെ എണ്ണി നോക്കി. 75 ഞാൻ താഴോട്ട് എണ്ണി മൊത്തം പാകിസ്ഥാനികൾ 81 കോടിയുള്ള പാകിസ്ഥാനികളാണ്. ഈ 2.5 കോടി ആൾക്കാരിൽ 81 കോടിയുള്ള പാകിസ്ഥാനി കൊടിയുള്ള പാകിസ്ഥാനികൾ. അത് ശരി, 81 അവിടെ നിന്നിട്ടോ. ഇനി അടുത്തത് പോട്ടെ. ചിലപ്പോൾ ബംഗ്ലാദേശുകാരാണെങ്കിൽ അവിടെ ചിലപ്പോൾ 1-2 കോടി ആൾക്കാർ ഞാൻ ബംഗ്ലാദേശിൻ്റെ കൊടി അതിലിട്ടു. ബംഗ്ലാദേശിൻ്റെ കൊടിയിട്ട് സെർച്ച് ചെയ്ത് നോക്കി. ഞാൻ അങ്ങനെ എണ്ണാൻ തുടങ്ങി. എണ്ണി ഇതേപോലെ 25 എണ്ണി 75 ആയിട്ടോ. പിന്നെ ഞാൻ അടുത്ത 25 എങ്ങനെ ഇത് മുന്നോട്ട് പോകില്ല. അങ്ങനെ എണ്ണാൻ തുടങ്ങിയപ്പം ബംഗ്ലാദേശിൻ്റെ 93 കോടികളെ ഇതിലുള്ളൂ. അപ്പോൾ 2,20,00,000 ആകെയുള്ളത് ഇത്ര, ഈ 81 ഈ 93 എല്ലാം കൂടെ ഒരു 170 ആൾക്കാരുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാമല്ലോ വെച്ച്. ഇനിയിപ്പോൾ സംഖ്യകളോട് പറയേണ്ട, സംഖ്യകളെ ഈ 180 ആൾക്കാരാണ് ഈ 2.5 കോടി ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ എളുപ്പമല്ലേ. ഞാനിതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ ഇട്ട് നോക്കിയപ്പോൾ ഇതെത്ര വരും? നിങ്ങൾ 99.000000 അപ്പുറത്തെങ്ങാനും ഒന്നുണ്ടെങ്കിലായി. അത്രയും ആൾക്കാർ ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പം കൊടിക്കതി അവിടെ മുഞ്ചി തെറ്റി. അപ്പം ഇതാണ്
പ്രൊപ്പഗണ്ട ഇമ്മാതിരി സാധനങ്ങൾ ഇതുപോലത്തെ മുട്ടത്തോട് തലേന്ന് പോലത്തെ പിള്ളേരെ പിടിച്ചിട്ട് മക്കളെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നിട്ട് ചെയ്യിക്കും. ചെയ്ത് പറയുന്നത് സകലതും പരമ മണ്ടത്തരമായിരിക്കും. ഈ മണ്ടത്തരം കേട്ടിട്ട് ഈ വിദ്യാഭ്യാസവും കൂലിയും വിദ്യാഭ്യാസവും ഒരു സാധനവും ഇല്ലാത്ത സംഘി കുഞ്ഞുങ്ങൾ പുളകം കൊണ്ട് വിജരംഭിച്ച് ഇങ്ങനെ ചാടി വന്നിട്ട് നമ്മുടെയൊക്കെ വീഡിയോൻ്റെ താഴത്ത് വന്നിട്ട് കണ്ടോടാ നീ ഇതെന്ന് കമൻറ്റ് ഇട്ട് പോകും. സത്യം പറഞ്ഞാൽ മരമണ്ടന്മാരെ, നിങ്ങൾ ഫാക്റ്റുകൾ മനസ്സിലാക്കുക, ഇന്ത്യയിലെ അവസ്ഥകൾ മനസ്സിലാക്കുക, അൺഎംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, ഇന്ത്യയുടെ ഇതിൻ്റെ ഒരു പേജ് കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെ അതിനെ വാല്യുവേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കുക, അതിനകത്ത് എന്തുണ്ടെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വന്ന് കൊണക്കി ഇവിടെ വന്നിട്ട്, അതല്ലാണ്ട് അതിലൊരു ഊള സാധനങ്ങളും പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ആൾക്കാരെ പറ്റിക്കാൻ നിൽക്കല്ലേ. ഇന്ത്യയിൽ ബുദ്ധിയുള്ളതുണ്ട്, എല്ലാം ചാണകമല്ല, എല്ലാവരുടെ തലയിലും ചാണകമല്ല, ഇച്ചിരി ബുദ്ധിയും വിവരമുള്ള ആൾക്കാരുണ്ട്. ഈ ബുദ്ധിയും വിവരമുള്ള ആൾക്കാരെ വരെ പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾ ചാണകങ്ങളാക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം ഞാൻ ചാണകത്തിനെ കണ്ടു. ഇത്രയും കാലം വലിയ ഗ്രാഫുകളൊക്കെ ഇങ്ങനെ വലിച്ചിഴച്ച് പറഞ്ഞ് മക്കളെ നോക്കൂ, ഇതാണ് മോദി ചെയ്യുന്നത്, ഇവർ ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട് അങ്ങ് ഡൽഹിയിലുള്ള ഒരു മറ്റേ മാധ്യമ പ്രവർത്തകനെ വിളിച്ചു, ഭയങ്കര ഇതാന്നൊക്കെ പറഞ്ഞിട്ട് BJP എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് മുടിപ്പിക്കും നശിപ്പിക്കും എന്ന് പറഞ്ഞ ഒരുത്തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഒരു ചാട്ടപ്പുറത്തോട്ട്. അപ്പോൾ BJPൻ്റെ വലിയ ഭക്തനാണ്. ഓനിട്ട് 1000 മറ്റേ വീഡിയോസിൽ എനിക്ക് 950 ഡിലീറ്റ് ചെയ്ത് ആകെ 50 വീഡിയോ വെച്ചിട്ട് ഭയങ്കര കൊണടി. അപ്പോൾ ഇത്രയും കാലം ഇവൻ ഈ പുറന്നോട്ട് പറഞ്ഞാൽ ഈ അതായത് വെറുതെ ചിലച്ച് പോകുന്നവരൊക്കെ ഇവൻ അങ്ങനെയല്ലായിരുന്നു. ഇവൻ ഇത്രയും കാലം കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് വിത്ത് പ്രൂഫ് വിത്ത് ഗ്രാഫ് സാധനങ്ങളാട്ടത്. ഇപ്പം അതിനെപ്പറ്റി ചോദിക്കുമ്പം അതൊന്നും ഇപ്പം ഇല്ല, ഇപ്പം മോദി ഭക്തി മാത്രമേ ഉള്ളൂ. എൻ്റെ പൊന്നു നായരെ, ഇമ്മാതിരി ഊളപ്പരിപാടിക്ക് നിൽക്കല്ലോ. തൻ്റെയൊക്കെ വില തന്നെ അറിയുന്നവരുടെ വില ഉണ്ടല്ലോ. താനൊക്കെ തനി ഉച്ചളിയാണെപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. നീ പണ്ടിട്ട വീഡിയോസിൻ്റെ ഒക്കെ സകല സാധനങ്ങൾ ആൾക്കാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നീ കണക്ക് വെച്ചതേ വിത്ത് പ്രൂഫായിരുന്നു, അന്നിപ്പോൾ നിനക്കില്ല. അറ്റ്ലീസ്റ്റ് ഇവനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആ ഫോളോ ലിസ്റ്റ് അങ്ങോട്ട് ഒഴിവാക്കുമാതിരി ചാണക കോമരങ്ങളൊക്കെ. പണ്ടെനിക്ക് ഇതേപോലെ ചാടിയതായിരുന്നു നമ്മുടെ മാത്തപ്പൻ. ഇപ്പോൾ മാത്തപ്പൻ മാറി, മാത്തപ്പന് ബുദ്ധി ഇപ്പോൾ വെച്ച്, അന്ന് വെക്കാത്ത ബുദ്ധി കുറച്ചെങ്കിലൊക്കെ ഒന്ന് വെച്ച്. ഇവന് ബുദ്ധി പോയപ്പോൾ മൊത്തം ചാണക തലേ കയറ്റി വെച്ചിട്ടുള്ളത്. ഒഴിവാക്കി പിടി ഇമാതിരിയൊക്കെ ഊളകളെ. ഹൈഷ്.